A+2 സ്വാഗതം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടി സർക്കാരിന് പല കാര്യങ്ങളിലും പുനരാലോചനയ്ക്ക് വഴിയൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ജീവനക്കാർ ഈ ഗവൺമെൻറ്റിന് എതിരായി വോട്ട് ചെയ്തു എന്നുള്ളത് സർക്കാരിന് ഇപ്പോൾ വ്യക്തമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കാലതാമസം ചരിത്രത്തിൽ ആദ്യമായി വരുത്തിയത് ഈ സർക്കാരാണ് എന്നുള്ളത് സർക്കാർ ജീവനക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. DA അനുവദിക്കാതിരിക്കുക, പേ കമ്മീഷൻ അനുസരിച്ചിട്ടുള്ള ഈ ലഭിക്കേണ്ട കുടിശ്ശികകൾ യഥാവിധി നൽകാതിരിക്കുക, ഈ സർക്കാർ ജീവനക്കാർക്ക് എല്ലാ വർഷവും ലഭിക്കുമായിരുന്ന ലീവ് സറണ്ടർ ആനുകൂല്യം നൽകാതിരിക്കുക തുടങ്ങി സർക്കാർ ജീവനക്കാരുടെ അതൃപ്തി അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ അത് പ്രതികരിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുന്നണിക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരം. ഇത് നന്നായി തന്നെ സർക്കാരും സർക്കാരിനെ നയിക്കുന്ന കക്ഷികളും മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഓരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വെറും ഒരു പ്രഹസനമായി മാറുമോ എന്നുള്ളതിൽ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയിക്കാൻ ഉള്ളൂ. വരാൻ പോകുന്ന ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അതോ വീണ്ടും ഒരു തുടർ ഭരണത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ആണോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് സർക്കാർ ജീവനക്കാർ കുറേ നാളുകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മെഡിസിപ്പ് പദ്ധതി നിർത്തലാക്കുക എന്നുള്ള ഒരു ആവശ്യം പരിഗണനയിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏകദേശം 2022 ജൂലൈ 1 ആരംഭിച്ച മെഡിസിപ്പ് പദ്ധതിയെക്കുറിച്ച് വ്യാപകമായ പരാതിയാണ് ജീവനക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. കാരണം മെഡിസിപ്പ് പദ്ധതി ഏതൊക്കെ സർക്കാർ ഇതര ആശുപത്രികളുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ ആ ആശുപത്രികളിൽ നിന്നും യഥാവിധി ചികിത്സകൾ ശരിക്കും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാറില്ല. പെൻഷൻകാരും ഇതേ പരാതിക്കാരാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയാണ് മെഡിസിപ്പ് പദ്ധതി ആരംഭിച്ചത്. ഈ മെഡിസിപ്പ് പദ്ധതിക്ക് പ്രതിമാസം 500 രൂപയാണ് ജീവനക്കാർ വിഹിതമായി നൽകേണ്ടത്. ഇങ്ങനെ വർഷം ഏകദേശം 6000 രൂപ ഒരു ജീവനക്കാരിൽ നിന്നും ഒരു പെൻഷൻകാരിൽ നിന്നും പ്രീമിയമായി ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ ഈടാക്കുന്ന തുക ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ടൈഅപ്പ് ചെയ്യുകയും അതനുസരിച്ച് ഇൻഷുറൻസ് കമ്പനി ചില എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിൽ ഇവർക്ക് ചികിത്സ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ലഭിക്കുന്ന ഈ ചികിത്സാ ആനുകൂല്യത്തിന് വേണ്ട റീഇംബേഴ്സ്മെൻറ്റ് സർക്കാർ തന്നെ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുകയും ചെയ്യും. നിലവിൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇപ്പോൾ സർക്കാരുമായി ഇക്കാര്യത്തിൽ ടൈഅപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി മെഡിസിപ്പ് ആരോഗ്യ പരിരക്ഷാ പദ്ധതി നിർത്തലാക്കാൻ സർക്കാർ ആലോചിക്കുന്നതിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കുന്ന റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യം ഈ ഇൻഷുറൻസ് കമ്പനി തന്നെ അധികമായി സർക്കാരിന് ബാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇൻഷുറൻസ് കമ്പനിയും ഈ ജീവനക്കാരും അല്ലെങ്കിൽ പെൻഷനേഴ്സും ആയി നിരന്തരമായ ഒരു പരാതി പ്രവാഹം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി റീഇംബേഴ്സ്മെൻറ്റ് എന്ന പദ്ധതിയിലേക്ക് സർക്കാർ മടങ്ങിപ്പോകും എന്നുള്ളതാണ് സൂചനകളിൽ നിന്നും കാണുന്നത്. അതായത് മെഡിസിപ്പ് പദ്ധതി വരുന്നതിന് മുമ്പ് റീഇംബേഴ്സ്മെൻ്റ് ആയിരുന്നു ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ കയ്യിൽ നിന്നും കാശ് മുടക്കി ചികിത്സ നേടുകയും എന്നതിന് ശേഷം ബില്ലുകൾ ഹാജരാക്കി സർക്കാരിൽ നിന്നും റീഇംബേഴ്സ്മെൻറ്റ് നേടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് തന്നെ വരുന്നതിന് ഒരു തുടക്കമായി എന്ന് കരുതണം. കാരണം ഈ ടെൻഡർ നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒന്നും തന്നെ സർക്കാരിൻ്റെ
ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആരംഭിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാരിൽ നിന്നും മെഡിസിപ്പ് പദ്ധതി ആരംഭിച്ച ആദ്യത്തെ വർഷം 600 കോടി രൂപയാണ് കളക്ട് ചെയ്തത് പെൻഷൻകാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആയി ഈ ഇൻഷുറൻസ് ഏറ്റെടുത്ത കമ്പനികൾക്ക് സർക്കാർ നൽകേണ്ടി വന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും മെഡിസിപ്പ് പദ്ധതിയേ ഇല്ലാത്ത ആശുപത്രികൾ ഉണ്ട്. എന്നാൽ ഉള്ള ആശുപത്രികളിൽ മികവുറ്റ ചികിത്സ നൽകുന്നുമില്ല. ക്ലെയിമിന് വേണ്ടി അപേക്ഷ കൊടുത്താൽ അതും പൂർണ്ണമായി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഇതിൻ്റെ ബെനഫിഷ്യറീസായ ഈ സർക്കാർ ജീവനക്കാരും അതുപോലെ പെൻഷൻകാരും വ്യാപകമായി പരാതികൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികൾ ആകട്ടെ കൂടുതൽ തുക ഇതിനു വേണ്ടി ബില്ലുകളിൽ കാണിക്കുകയും അത് ഈ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും വന്നു എന്നുള്ളതാണ്. കാരണം ഇതിന് ഇൻഷുറൻസ് കിട്ടും എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ചികിത്സകൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ഇതിനെ തുടർന്ന് ജീവനക്കാർ പലതരത്തിലുള്ള മരുന്നുകളും ചികിത്സകളും ആവശ്യമില്ലാത്ത നിലയിൽ തന്നെ അവരുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും മെഡിസിപ്പ് പദ്ധതി മതിയായി എന്ന് തന്നെ പല ഫോറങ്ങളിലും ജീവനക്കാരും പെൻഷൻകാരും പരാതിപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ആസന്നമായ ഭാവിയിൽ 2025 ജൂൺ 30 ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ആദ്യത്തെ കരാർ തീരുന്ന മുറയ്ക്ക് തീർച്ചയായും മെഡിസിപ്പ് പദ്ധതി അവസാനിക്കും എന്ന് വേണം കരുതാൻ. തുടർന്ന് പഴയതുപോലെ സർക്കാർ ജീവനക്കാർക്ക് റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കും. പക്ഷേ അത് പെൻഷൻകാർക്ക് ഇല്ല എന്നുള്ളത് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം മെഡിസിപ്പ് പദ്ധതി ഇല്ലാതായാൽ ഒരു സങ്കടകരമായ കാര്യം ആയിരിക്കുകയും ചെയ്യും. ഈ ചാനൽ ജീവനക്കാരുടെ കാര്യങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എപ്പിസോഡുകളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.